ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പ്രിൻസസ് കട്ടിൻ്റെ മെഷർമെൻറ്റോ കട്ടിങ്ങോ ഒന്നുമില്ലാതെ തന്നെ എങ്ങനെ ഒരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ അവസാനമായി അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് എല്ലാവരും നൽകിയത്. താങ്ക് യു ടു ഓൾ. നല്ല കമൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സംശയങ്ങളും കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻസിൻ്റെ സംശയങ്ങൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനിതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടർന്നും എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി രണ്ടായിട്ട്, അതായത് വീതി ഭാഗം രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാം എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. തുണി കണ്ടിട്ട് ലാവിഷായിട്ടിട്ട് വെട്ടരുത്. അങ്ങനെ വെട്ടി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റതിനൊന്നും, അതായത് കൈക്കോ അല്ലെങ്കിൽ അത് വേറെ ബോർഡറിനോ എന്തിനെങ്കിലും നമുക്ക് വെക്കേണ്ട ഒരു ആവശ്യം വന്നാൽ തുണി തികയില്ല. അപ്പോൾ എങ്ങനെ നമുക്കത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം എന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ തുണി വെട്ടാനെടുക്കാനായിട്ട്. കുറച്ച് ദിവസം കൊണ്ട് പനിയാണേ, അപ്പോൾ തൊണ്ടയ്ക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. കഫമൊക്കെ കയറി തൊണ്ടയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് വോയിസ് ഓവറിങ് കൊടുക്കുമ്പോഴത്തേക്ക് ചില അസ്വസ്ഥതകളൊക്കെ വരുവേ. അപ്പോൾ അപശബ്ദങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ തുണി വീതിക്ക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആ മടക്കിയിട്ടതിനെ നീളത്തിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതായത് നടുക്ക് വെച്ച് മടക്കിയെടുക്കരുത്. അതിൻ്റെ എൻഡ് പോയിൻ്റ് തുമ്പത്ത് പിടിച്ച് ഇതുപോലെ കുറച്ച് ഭാഗം മാത്രം മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക. എനിക്കിവിടെ 28 ചെസ്റ്റ് അളവ്. അപ്പോൾ എനിക്ക് അതിൻ്റെ 4/1 എടുക്കണം. 4/1 എത്രയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ടേപ്പ് ഇതുപോലെ 28 വെച്ച് രണ്ടായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് 14 കിട്ടും. വീണ്ടും ഈ 14നെ രണ്ടായിട്ട് മടക്കി നോക്കുക. അപ്പോൾ എനിക്ക് 7 കിട്ടും. കണക്കിൽ എക്സ്പെർട്ട് ആയവരൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കണ്ട കേട്ടോ. എന്നെപ്പോലെ വീക്കായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്ക് ഇവിടെ ചെസ്റ്റ് അളവ് 7 കിട്ടി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ, അതായത് 7 + 2 എത്രയാണ്? 9. ആ സംഖ്യ അടയാളപ്പെടുത്താനുള്ള തുണി എത്ര വേണമോ അതിനനുസരിച്ച് തുണി മടക്കിയിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞത് ഇത്രയും മനസ്സിലായോ? മനസ്സിലാകാത്തവർ ആ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടു നോക്കണേ. കാരണം എത്രത്തോളം നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് പരിധിയുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ റിപ്പീറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ഐഡിയ ഏകദേശം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ നല്ലതുപോലെ വീക്ഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസിനുള്ള തുണി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനങ്ങനെ അത് പൊക്കി കാണിച്ചത്. അതാണ് സീം അലവൻസിന് നമ്മൾ സെപ്പറേറ്റ് ഇട്ടത്. അത് കഴിഞ്ഞുള്ള തുണി നമുക്ക് വേണ്ട. അങ്ങനെ അനാവശ്യമായിട്ട് തുണി കളയണ്ട. അങ്ങനെ അനാവശ്യമായിട്ട് കളയുമ്പോഴാണ് നമുക്ക് തികയാതെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ബാലൻസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തുണി കൃത്യമായിട്ട് മുറിച്ചെടുക്കാൻ കഴിയും. ഇപ്പം ഞാൻ താഴെ ഒരു മെഷർമെൻറ്റ് എടുത്തില്ലേ, അത് ചിലർക്കെങ്കിലും ഡൗട്ട് കാണും, ഇനി വേസ്റ്റ് മെഷർമെൻ്റ് ആണോ എടുത്തതെന്ന്. അല്ല കേട്ടോ, മുകളിൽ നമ്മൾ എടുത്ത, അതായത് ചെസ്റ്റ് അളവിനും സീം അലവൻസിനും കൂടെ ആഡ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മെഷർമെൻ്റ് ഇല്ലേ, ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണോ താഴെ നമുക്ക് ഉള്ളത് എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഏണിച്ചും കോണിച്ചിരിക്കും. ബ്ലൗസ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു ഫിറ്റില്ല, ലൂസ്, എത്ര അടിച്ചാലും ലൂസായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലെടുത്ത് അതേ മെഷർമെൻറ്റ് തന്നെയാണോ താഴെയും വന്നിരിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. എനിക്കിവിടെ ഷോൾഡർ 13 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 13 ഇഞ്ചിൻ്റെ പകുതി 6.5 അപ്പോൾ 6.5 ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ആം ഹോളാണ്. ഷോൾഡർ എത്രയാണോ എടുത്തത് അത്ര അളവിൽ തന്നെയാണ് ആം ഹോളും നമ്മൾ മെഷർ ചെയ്യേണ്ടത്. 6.5 ഷോൾഡർ കിട്ടിയെങ്കിൽ ആം ഹോളും 6.5 തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ആം ഹോൾ അടയാളപ്പെടുത്തിയതിൻ്റെ ലെവൽ കറക്റ്റാണോ എന്നറിയാൻ ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കണേ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ലൈന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാം. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ മെഷർ ചെയ്യുന്നത് ചെസ്റ്റ് അളവാണ്. നമ്മൾ നേരത്തെ ചെസ്റ്റ് അളവ് എത്രയെന്നാണ് പറഞ്ഞത്? 28. അപ്പോൾ 28ൻ്റെ 4/1 എത്ര? 7.
7ൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നല്ല ടൈറ്റിലായിരിക്കും ഒരുപക്ഷെ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നത്. ചില തൈക്കടയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവർ ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഒരു വിരൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ടായിരിക്കും ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നത്. കാരണം അതൊരു ലൂസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലൂസാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് 1/4 ഇഞ്ച്. ഓക്കെ, 1/4 ഇഞ്ച് മതി, അതിൽ കൂടുതലൊന്നും ഇടണ്ട. നിങ്ങൾ 7 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് എപ്പോഴും ചെസ്റ്റ് അളവായാലും ഏതളവായാലും ഒരു 1/4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എടുത്ത ആ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആം ഹോൾ കർവ് ആണ്. ആം ഹോൾ കർവ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ചെസ്റ്റ് ഡിവൈഡ് ബൈ 24 ആണ്. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആം ഹോൾ കർവ് എത്രത്തോളം വേണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ചെസ്റ്റ് അളവ് 28 ആണ്. അപ്പോൾ 28 ഡിവൈഡ് ബൈ 24 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.16 ആണ്. അപ്പോൾ ഞാനതവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആം ഹോൾ വരച്ചെടുത്ത ആ സ്ട്രെയിറ്റ് ലൈനിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എനിക്കിവിടെ ആം ഹോൾ 6.5 ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് വരുന്നത് 3.25 ആണ്. 3.25ൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത അവിടെ നിന്നാണ് ആം ഹോൾ കർവ് വരച്ച് തുടങ്ങേണ്ടത്. ഒരിക്കലും മുകളിൽ നിന്ന് തന്നെ ആം ഹോൾ കർവ് വരച്ച് എടുക്കരുത്. നമ്മുടെ ആ മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് വേണം കർവ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ മേളിൽ നിന്നും വരയ്ക്കും, പക്ഷേ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ആയിരിക്കണം. സിമ്പിളായിട്ട് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തവർക്ക് ആം ഹോൾ കർവ് ഷേപ്പ് സ്കെയിലുണ്ട്. ആ സ്കെയിൽ വെച്ച് നല്ല വൃത്തിക്ക് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ ആം ഹോൾ ഷേപ്പ് സ്കെയിലിന്. അത് വാങ്ങിയാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ആം ഹോൾ കർവ് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ ഇറക്കമാണ്. എത്രത്തോളം ഇറക്കം വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 14 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 14 ഇഞ്ച് ഇറക്കമാണെങ്കിൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ്. അപ്പോൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് താഴെ മടക്കി അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം 1.5 കൂടെ ചേർത്ത് ഞാനിവിടെ 15.5 ഇഞ്ചാണ് ബ്ലൗസിന് ഇറക്കം കൊടുക്കുന്നത്. ഇനി നമ്മൾ മെഷർ ചെയ്ത് കൊടുക്കേണ്ടത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 24 ആണ്. അപ്പോൾ 24ൻ്റെ പകുതി 12, 12ൻ്റെ പകുതി 6. അപ്പോൾ 6 ഇഞ്ചാണ് ഞാനിവിടെ വേസ്റ്റ് മെഷർമെൻറ്റായിട്ട് അടയാളപ്പെടുത്തുന്നത്. ആ 6 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാർക്കിംഗ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. മെയിൻ മെഷർമെൻറ്റും തമ്മിൽ ജോയിൻ ചെയ്താൽ സീം അലവൻസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് കഴുത്തിൻ്റെ ഇറക്കമാണ്. കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് കഴുത്തിൻ്റെ വീതിയാണ്. കഴുത്തിൻ്റെ വിത്ത് ഞാനിവിടെ ഒരു 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മെഷർമെൻ്റ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നോർമൽ കഴുത്താണ് വെക്കുന്നത്, അതായത് ചതുരക്കഴുത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസൈനിങ് ഒന്നും ഇതിൽ വരയ്ക്കുന്നില്ല. ഇനി നമുക്ക് ബാക്കിൻ്റെ നെക്കും കൂടെ മെഷർമെൻറ്റ് ചെയ്യാവേ. ബാക്ക് നെക്കും കൂടെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത അതേ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വെട്ടുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടിട്ട് വെട്ടിയെടുത്താലും മതി. ഇനിയാണ് എല്ലാവരും ഡൗട്ട് ചോദിച്ച കൈക്കുഴി വെട്ടുന്നതിൻ്റെ മെഷർമെൻറ്റ്. നമ്മൾ ഫ്രണ്ട് കൈക്കുഴി എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് കാണിച്ചു തരാൻ പോവുകയാണേ. നമ്മൾ ആദ്യം കൈക്കുഴി വെട്ടിയിരുന്നത്, അതായത് ബാക്ക് പാർട്ട് നമ്മൾ കൈക്കുഴിക്ക് മെഷർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ നിന്നും ഒരു 1/4 ഇഞ്ച്, 1 ഇഞ്ച് തികച്ച് വേണ്ട, 1/4 ഇഞ്ച് അകത്തോട്ട് ഇതുപോലെ മെഷർ ചെയ്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം വരച്ച് വെച്ചിരുന്ന ആ കൈക്കുഴിയുടെ ആ ജോയിൻറ്റിൽ നിന്നും ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്ത ആ 1/4 ഇഞ്ച് ജോയിൻറ്റിലേക്ക് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. അതിനുശേഷം
നമ്മൾ ആദ്യം അതായത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് കൈക്കുഴിയുടെ അളവ് എത്രയാണോ കൊടുത്തിരുന്നത് അതേ മെഷർമെൻറ്റ് തന്നെ ഇവിടെയും കൊടുക്കുക. ഞാൻ ആദ്യം കൊടുത്തിരുന്നത് 1.16 ആണ്. അപ്പോൾ ആ മെഷർമെൻറ്റ് തന്നെ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത ആ കോർണറിൽ നിന്നും മെഷർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ലൈനിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ ഒരു സെൻറ്റർ പാർട്ട് കണ്ടുപിടിച്ചില്ലായിരുന്നു, അതായത് 6.5 ഇഞ്ചിൻ്റെ സെൻറ്റർ പാർട്ട് 3.25. അതേപോലെ ഇവിടെയും ആ സെൻറ്റർ പാർട്ട് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് വേണം നമുക്ക് ഇതുപോലെ കർവ് വരച്ചു കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ആ 3.25 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 3.25 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ക്രോപ്പ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്. ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് കട്ടിങ് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടത് കൊണ്ട് ഇതിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അത് കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. ലിങ്കിൽ പോയി നോക്കിയാൽ ആ സ്ലീവ് കട്ടിങ് കാണാൻ പറ്റും. പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് അല്ലേ പറഞ്ഞത്, അതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചില്ലല്ലോ എന്ന് ചിലവർ വിചാരിക്കാം. അതിൻ്റെ മെഷർമെൻറ്റ് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മെഷർമെൻറ്റ് ആഡ് ചെയ്യുന്നത്. അത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ വിശദമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. പാർട്ട് 2 ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ ആഡ് ചെയ്യുവാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, കാണാനിരിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് മുഷിയലുണ്ടാകും. അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിടുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് തുടർന്നുള്ള വീഡിയോസ് എങ്ങനെ ഇടണം എന്നൊക്കെ ഞാൻ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.